നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശ്ചിമ ജർമ്മൻ നഗരമായ ഡോർട്ട്മുണ്ടിലെ ഹോക്സ്റ്റൺ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി ഗ്രാമവാസികളെ ഭീതിയിലാഴ്ത്തി വൻ കമാൻഡോ ഓപ്പറേഷൻ നടന്നു. ഒരു റെസ്റ്റോറന്റിൽ അക്രമം അഴിച്ചുവിട്ട ശേഷം രക്ഷപ്പെട്ട സെർബിയൻ സ്വദേശിയായ യുവാവ് പോലീസിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് രണ്ട് ചെറിയ കുട്ടികളെ തോക്കിൻമുനയിൽ തടവിലാക്കി ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ കയറി ഒളിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു. അത്യാധുനിക ആയുധങ്ങളുമായി എത്തിയ എലൈറ്റ് പോലീസ് SEK കമാൻഡോകൾ പ്രദേശം പൂർണ്ണമായി വളഞ്ഞിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സെർബിയൻ പൗരനായ അക്രമി ഡോർട്ട്മുണ്ടിലെ ഒരു റെസ്റ്റോറന്റിൽ കയറി വടികൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അതിഥികളെ ഭീഷണിപ്പെടുത്തി പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. റോഡിൽ വെച്ച് പോലീസ് സംഘം ഇയാളുടെ വാഹനം തടയാൻ ശ്രമിച്ചപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അക്രമി കാറിന്റെ ഗ്ലാസിലൂടെ പോലീസിന്റെ നേരെ തന്റെ കൈത്തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തു. വെടിയേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. പോലീസുകാരന് നിസ്സാര പരുക്കളെ ഏറ്റുള്ളൂ. അതേസമയം ഈ സമയത്ത് ഇയാൾ കുട്ടികളെ ബന്ദികളാക്കി കമാൻഡോകളുമായി യുദ്ധവും തുടങ്ങി. വെടിവയ്പ്പിന് ശേഷം കാർ ഉപേക്ഷിച്ച് ഓടിയ അക്രമി ഹോക്സ്റ്റൺ മേഖലയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന രണ്ട് ചെറിയ കുട്ടികളെ തോക്കൻമുനയിൽ തടവിലാക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ അത്യാധുനിക തോക്കുകളും ബാലിസ്റ്റിക് സുരക്ഷാ കവചങ്ങളുമായി എത്തിയ കനത്ത പോലീസ് സംഘവും പ്രത്യേക കമാൻഡോകളും വീട് വളഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ ജീവന് യാതൊരു അപകടവും വരാത്ത രീതിയിൽ അക്രമിയെ കീഴടക്കാനായി പോലീസിന്റെ പ്രത്യേക ചർച്ചാ സംഘം പ്രതിയുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഈ മേഖലയിൽ പോലീസ് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ ഈ സംഭവത്തിന് അറുതിയുണ്ടായിട്ടില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് സൗജന്യമായി നൽകുന്ന മദ്യത്തിന്റെ ലഹരിയിൽ വിമാനത്തിനുള്ളിൽ പ്രശ്നമുണ്ടാക്കിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യമാണ് നിയമപരമായി പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. വിമാനത്തിനുള്ളിൽ മദ്യപിച്ച് ലക്കുകെട്ട് സഹയാത്രക്കാരോട് മോശമായി പെരുമാറുകയും ജീവനക്കാരെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കടുത്ത ചട്ടങ്ങളുമായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. വിമാനത്തിലെ സുരക്ഷിതമായ യാത്രയ്ക്കും ജീവനക്കാരുടെ സംരക്ഷണത്തിനുമായി ഇത്തരം യാത്രക്കാരെ നോ ഫ്ലൈ ലിസ്റ്റ് എന്ന കരിമ്പട്ടികയിൽപ്പെടുത്തി ആകാശയാത്രയിൽ നിന്നും വിലക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. വിമാനങ്ങളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രവാസി മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ മാറ്റങ്ങൾ. വിമാനത്തിനുള്ളിലെ മോശം പെരുമാറ്റങ്ങളെയും അതിന്റെ ശിക്ഷകളെയും പ്രധാനമായും 3 ലെവലുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ലെവൽ 1 അശ്ലീല പദപ്രയോഗങ്ങളും ആംഗ്യങ്ങളും. സഹയാത്രക്കാരെയോ കാബിൻ ക്രൂവിനെയോ ചീത്ത വിളിക്കുക, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ 3 മാസം വരെ വിമാനയാത്രകളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്താം. ലെവൽ 2 ശാരീരിക അതിക്രമങ്ങളാണ്. വിമാനത്തിനുള്ളിൽ വെച്ച് മറ്റുള്ളവരെ തള്ളുക, അടിക്കുക, ലൈംഗികമായി അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുക എന്നിവയാണ് ഈ പരിധിയിൽ വരിക. ഇതിന് 6 മാസം വരെ യാത്രാ വിലക്ക് ഉണ്ടാകും. അടുത്തത് ലെവൽ 3 ആണ്. ജീവന് ഭീഷണി ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ. വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുക, വിമാനത്തിന്റെ സുരക്ഷാ ഉപകരണങ്ങൾക്ക് കേടുവരുത്തുക, ജീവനക്കാരെ മാരകമായി പരിക്കേൽപ്പിക്കുക എന്നിവ ഇതിൽ പെടുന്നു. ഇങ്ങനെയുള്ളവർക്ക് 2 വർഷം മുതൽ ആജീവനാന്തം വരെ വിമാനയാത്ര വിലക്കാൻ നിയമം അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ മദ്യം വിളമ്പുന്നതിന് നിയന്ത്രണവുമുണ്ട്. അന്താരാഷ്ട്ര സർവീസുകളിൽ ഉൾപ്പെടെ യാത്രക്കാർക്ക് പരിധിയിൽ കൂടുതൽ മദ്യം നൽകരുതെന്ന് വിമാന കമ്പനികൾക്ക് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രക്കാരൻ പരിധി വിടുന്നതായി തോന്നിയാൽ മദ്യം നിഷേധിക്കാൻ എയർ ഹോസ്റ്റസ്മാർക്ക് പൂർണ്ണ അധികാരവും ഉണ്ടാവും. അതേസമയം വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാരൻ കടുത്ത മദ്യലഹരിയിലാണെന്ന് ബോധ്യപ്പെട്ടാൽ സുരക്ഷാ വിഭാഗത്തിന് ഇയാളെ വിമാനത്തിൽ കയറ്റാതെ റൺവേയിൽ വെച്ച് തന്നെ തടയാനാകും. എന്നാൽ ടിക്കറ്റ് തുക തിരികെ ലഭിക്കുകയുമില്ല. വിമാനത്തിനുള്ളിൽ വെച്ച് ഒരാൾ അതിക്രമം കാണിച്ചാൽ വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡിന് ആ യാത്രക്കാരനെതിരെ ഉടൻ തന്നെ കമ്പനിയുടെ ആഭ്യന്തര സമിതിക്ക് റിപ്പോർട്ട് നൽകാം. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇയാൾക്ക് താൽക്കാലിക യാത്രാ വിലക്ക് നൽകേണ്ടി വരും. അടുത്ത കാലത്തായി രാജ്യാന്തര വിമാനങ്ങളിൽ സഹയാത്രക്കാരുടെ മേൽ മൂത്രമൊഴിച്ചതും എയർ ഹോസ്റ്റസ്മാരെ മർദ്ദിച്ചതുമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വിമാനങ്ങൾക്കുള്ളിലെ ഗുണ്ടായിസത്തിന് വലിയൊരു പരിധി വരെ തടയിടാൻ കഴിയുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസി മലയാളി സഞ്ചാരികൾക്കും നാട്ടിൽ നിന്നുള്ളവർക്കും വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിൽ പോയി വണ്ടിയോടിച്ച ഇന്ത്യൻ യുവതിക്ക് 8ന്റെ പണി കിട്ടി. 1 വർഷത്തിനു ശേഷം വീട്ടിലെത്തിയത് ലക്ഷങ്ങളുടെ ട്രാഫിക് പിഴയാണ്. അടച്ചില്ലെങ്കിൽ വിസ കട്ടപ്പുകയാകും. വിദേശ രാജ്യങ്ങളിൽ പോയി വാഹനമോടിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് സ്വിസ് ട്രാഫിക് വകുപ്പ് ഇറങ്ങിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിലെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച ഇന്ത്യൻ യുവതി
യുവതിക്ക് ഒരു വർഷത്തിന് ശേഷം ലഭിച്ചത് 1100 സ്വിസ് ഫ്രാങ്ക്, ലക്ഷക്കണക്കിന് രൂപയുടെ പിഴശിക്ഷയാണ്. പിഴത്തുക അടച്ചു തീർത്തില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിസ റദ്ദാക്കുമെന്ന ഭീഷണിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ സഹായം തേടിയിരിക്കുകയാണ് യുവതി. യൂറോപ്പിലെ കടുത്ത ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ വാഹനം വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു പാഠമാണ് ഈ സംഭവം. കഴിഞ്ഞ വർഷം സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ച ഇന്ത്യൻ യുവതി അവിടെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് കാർ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്തിരുന്നു. യാത്രയ്ക്കിടയിൽ അറിയാതെ ഒന്നിലധികം തവണ സ്പീഡ് പരിധി ലംഘിക്കുകയും തെറ്റായ സ്ഥലങ്ങളിൽ പാർക്കുകയും ചെയ്തു. ക്യാമറകളിൽ കുടുങ്ങിയ ഈ നിയമലംഘനങ്ങളുടെ പിഴ വിവരങ്ങൾ ഒരു വർഷത്തിന് ശേഷമാണ് സ്വിസ് അധികൃതർ യുവതിയുടെ ഇന്ത്യയിലെ വിലാസത്തിലേക്ക് അയച്ചത്. വിവിധ ട്രാഫിക് നിയമലംഘനങ്ങൾ ചേർത്ത് വെച്ച് ലക്ഷക്കണക്കിന് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ വൻ തുകയാണ് പിഴയായി ഇപ്പോൾ ഈടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് ഇത്രയും വലിയ തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യുവതി റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നത്. ട്രാഫിക് പിഴ അടച്ചില്ലെങ്കിൽ ഭാവിയിൽ സ്വിറ്റ്സർലൻഡിലേക്കോ മറ്റ് ഷെങ്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിസ അപേക്ഷകൾ നിരസിക്കപ്പെടുമെന്നും ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യൂറോപ്പിലെ കർശനമായ നിയമ സംവിധാനങ്ങൾ കാരണം വാടകയ്ക്കെടുത്ത കാർ കമ്പനികൾ വഴി ട്രാക്കിംഗ് നടത്തിയാണ് വിദേശത്തുള്ള നിയമ ലംഘകരെ പോലും അധികൃതർ പിടികൂടുന്നത്. യൂറോപ്പ് സന്ദർശിക്കാൻ ഒരുങ്ങുന്ന പ്രവാസികളും വിനോദസഞ്ചാരികളും അവിടുത്തെ സ്പീഡ് ലിമിറ്റുകളെയും നിയമങ്ങളെയും കുറിച്ച് മുൻകൂട്ടി ബോധവാന്മാരായിരിക്കണമെന്നാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ജർമ്മനിയിലെത്തി ട്രാഫിക് ലംഘനം നടത്തി വാഹനം ഓടിച്ചാലും കനത്ത പിഴയും ചിലപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ റദ്ദാക്കുന്ന നിയമങ്ങളും ഒക്കെ കിട്ടുന്ന സംഭവങ്ങളും നിരവധി ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ജാഗ്രതയും. യുകെയിൽ വീണ്ടും വിസ പ്രതിസന്ധി ഉടലെടുത്തു. പ്രവാസി മലയാളി കുടുംബങ്ങൾക്ക് തിരിച്ചടിയായി നാടുകടത്തൽ ഭീഷണിയുമുണ്ട്. ആശ്രിത വിസക്കാർ കടുത്ത ആശങ്കയിലാണ്. യുകെയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ അവിടെ കഴിയുന്ന പ്രവാസികൾക്കും കനത്ത പ്രഹരമേൽപ്പിച്ചാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പുതിയ വിസ നയങ്ങൾ. കെയർ വർക്കർമാർക്കും വിദ്യാർത്ഥികൾക്കും ആശ്രിതരെ കൊണ്ടുവരുന്നതിന് ഏർപ്പെടുത്തിയ കർശന നിരോധനത്തിന് പിന്നാലെ നിലവിൽ യുകെയിലുള്ള 10,000-കണക്കിന് ആശ്രിത വിസക്കാർക്ക് രാജ്യം വിടേണ്ടി വരുമെന്ന കടുത്ത നാടുകടത്തൽ ഭീഷണിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഹോം ഓഫീസിന്റെ പുതിയ ചട്ടങ്ങൾ കാരണം യുകെയിലെ മലയാളി നഴ്സുമാരുടെയും കെയർ ജീവനക്കാരുടെയും കുടുംബങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നത്. യുകെയിലെ പ്രധാന വിസ സ്പോൺസർമാരായ പല കെയർ ഹോമുകളുടെയും ലൈസൻസുകൾ ഹോം ഓഫീസ് അടുത്ത കാലത്തായി കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു. പ്രധാന അപേക്ഷകന്റെ വിസ റദ്ദാക്കുന്നതോടെ അവരെ ആശ്രയിച്ച് യുകെയിലെത്തിയ പങ്കാളിക്കും കുട്ടികൾക്കും രാജ്യം വിടാനുള്ള നോട്ടീസ് ലഭിക്കും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പുതിയ സ്പോൺസറെ കണ്ടെത്തി വിസ മാറ്റിയില്ലെങ്കിൽ അവർ നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരും. അതുമാത്രമല്ല, യുകെയിൽ വർക്കിംഗ് വിസ പുതുക്കണമെങ്കിൽ പ്രവാസി ജീവനക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ ശമ്പള നിരക്ക് സർക്കാർ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും ഈ ഉയർന്ന ശമ്പളം നൽകാൻ തയ്യാറാകാത്തതിനാൽ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ കഴിയാതെ വരുന്ന സംഭവമുണ്ട്. പ്രധാന അപേക്ഷകന് വിസ നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആശ്രിത വിസയിലുള്ള കുടുംബാംഗങ്ങളെയും നിയമപരമായ താമസവുമാണ് ഇല്ലാതാകുന്നത്. നാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി യുകെയിൽ എത്തിച്ച ശേഷം ജോലി നൽകുകയോ കൃത്യമായ രേഖകൾ നൽകുകയോ ചെയ്യാത്ത വ്യാജ ഏജൻസികളുടെ കെണിയിൽപ്പെട്ട മലയാളി കുടുംബങ്ങളും നിരവധിയാണ്. ഹോം ഓഫീസിന്റെ പരിശോധനയിൽ ഇത്തരം തട്ടിപ്പുകൾ പുറത്തുവരുമ്പോൾ ഇരകളാക്കപ്പെടുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് രാജ്യം വിടേണ്ടി വരുന്ന സാഹചര്യമാണ്. യുകെയിലെത്തി കുട്ടികളെ സ്കൂളിൽ ചേർത്തും ലോണുകൾ എടുത്തും ജീവിതം പച്ച പിടിപ്പിച്ചു വരുമ്പോഴാണ് പലർക്കും അപ്രതീക്ഷിതമായി ഹോം ഓഫീസിന്റെ കർട്ടൈൽമെന്റ് ലെറ്റർ, വിസ കാലാവധി വെട്ടിച്ചുരുക്കുന്ന കത്ത് ലഭിക്കുന്നത്. പുതിയ വിസയിലേക്ക് മാറാൻ 60 ദിവസത്തെ സമയം ലഭിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യുകെയിൽ പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടെത്തുക അതീവ സങ്കീർണമാണ്. നിയമപരമായ വഴിയിലൂടെ അല്ലാതെ യുകെയിൽ തുടരാൻ ശ്രമിച്ചാൽ അത് ഭാവിയിലെ വിസ അപേക്ഷകളെ ബാധിക്കുമെന്നതിനാൽ കനത്ത നിരാശയോടെ നാട്ടിൽ മടങ്ങാൻ ഒരുങ്ങുകയാണ് പല മലയാളി കുടുംബങ്ങളും. യുകെയിലെ കുടിയേറ്റ നിയമങ്ങൾ ഇനിയും കർശനമാക്കുമെന്ന സൂചനകളാണ് നിലവിലെ ബ്രിട്ടീഷ് ഭരണകൂടം നൽകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ യുകെയിലേക്ക് പറക്കാനും അല്ല യുകെയിൽ ഉള്ളവരുമൊക്കെ തന്നെ ജാഗ്രതയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി online.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.